ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വേനൽക്കാലമാണ്, നമുക്ക് കറണ്ടിൻ്റെ യൂസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബില്ലും അതുപോലെ വരും. അപ്പോൾ നമുക്ക് എങ്ങനെ കറണ്ട് ബില്ല് EMI ആയിട്ട് അടയ്ക്കാം നോക്കുന്നത്. KCBയുടെ ആപ്പ് നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് എടുക്കുക. യൂസർ നെയിമും പാസ്വേഡും ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കയറി നമുക്കപ്പോൾ അവിടെ ബില്ലും എമൗണ്ടും ഒക്കെ കാണിക്കും. അപ്പോൾ എമൗണ്ടിൻ്റെ അടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ബിൽ നമ്പർ, അതേപോലെ ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ്, ബില്ല് വന്ന ഡേറ്റ് ഒക്കെ, ഡിസ്കണക്ഷൻ ഡേറ്റ് ഒക്കെ നമുക്ക് അതിനകത്ത് കാണിക്കും. പിന്നെ അതേപോലെ ബിൽ എമൗണ്ട് ഞങ്ങൾക്കിപ്പോൾ 1896 അപ്പോൾ ഞങ്ങളത് EMI ആയിട്ട് അടച്ചടച്ച് 800 വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ 800 എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ വീണ്ടും എത്ര രൂപ അടയ്ക്കുന്നത് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാനിപ്പോൾ 100 രൂപയാണ് അടയ്ക്കുന്നത്. ഇതേപോലെ 50, 100, 200, 500 അങ്ങനെ എത്ര എമൗണ്ട് വെച്ച് നമുക്ക് ഏകദേശം ഒരു മാസത്തോളം 10-20 ദിവസത്തോളം നമുക്ക് ബില്ല് അടയ്ക്കാനുള്ള നമുക്കൊരു സമയപരിധി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ച് അടച്ചടച്ച് പോയാൽ നമുക്ക് ഒന്നിച്ചൊരു എമൗണ്ട് എടുക്കുന്ന ഒരു ടെൻഷൻ വരത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ UPI വഴിയാണ് എമൗണ്ട് അടയ്ക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടെങ്കിൽ നേരെ ഗൂഗിൾ പേ തന്നെ നമുക്ക് എമൗണ്ട് അടയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ UPI വഴി ആയതുകൊണ്ടാണ് ഇത്ര പ്രോസസ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ നമ്മുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ അടച്ച ഓരോ എമൗണ്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ മാർച്ച് 13-ന് 100, അങ്ങനെ ഓരോരോ ഡേറ്റിൽ നമ്മൾ 100 അടച്ചതിൻ്റെ കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ 800 തന്നെ ആയിരിക്കും കാണിക്കുന്നത്. 24 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഒരു എമൗണ്ട് കുറഞ്ഞതായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനൊരു ഫെസിലിറ്റി ഉള്ളത് പലർക്കും അറിയത്തില്ല. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.